ന്യൂ ഗെയിമിംഗ് വീഡിയോ. അന്നേരം നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. നമ്മളിന്ന് ഇച്ചിരി ഗെയിം സ്പെഷ്യലാക്കാൻ പോവാണ്. നമ്മളാണെങ്കിൽ ഒരു ഭയങ്കര നീളമുള്ള ഒരു ഭാരത് ബെൻസിൻ്റെ ഒരു ട്രക്ക് കയറ്റിയിട്ടുണ്ട് ഗെയിമിൽ. അതുമല്ല, അതിനോട് നമ്മളൊരു ഭയങ്കര വളവും തിരിവുള്ള ഒരു മാപ്പും കയറ്റിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലായിരിക്കും. വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോ കൊണ്ടുപോകാം. ഫ്രണ്ട്സ്, അന്നേരം നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. അന്നേരം നമ്മൾ കളിക്കാൻ പോകുന്ന മോഡിൻ്റെ പേര് ഇതാണ്. നമുക്ക് കളിക്കാം. ഫസ്റ്റ് നമ്മുടെ വണ്ടി അത് നമുക്ക് ഗെയിമിൽ പോയിട്ട് തന്നെ കാണാം. നമുക്ക് കളിക്കാം. നല്ല നല്ല നീളവും വളവും തിരിവുമുള്ള അയ്യോ 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 നിക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ ഓക്കെ ഫ്രണ്ട്സ്, എന്നാൽ നമ്മുടെ ഭാരത് ബെൻസ് ഇവിടെ എടുത്തിട്ടുണ്ട്. വണ്ടിയൊന്നും ഹാൻഡ് ബ്രേക്ക് ഇല്ല. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ചില ഫീച്ചേഴ്സൊക്കെ ഇതിനുണ്ട്. നമുക്ക് അതിൽ നോക്കാം. എനിക്ക് വണ്ടിയുടെ തല ഓർക്കാം. അയ്യോ, അത് സാധനങ്ങൾ പോയി. ഇതാണ് നമ്മുടെ വണ്ടിയുടെ പ്രത്യേകത. ഭയങ്കര വെയിറ്റ് ഉള്ളതുകൊണ്ടൊക്കെ പോവാകട്ടെ. വണ്ടി ഫുള്ള് ഡീറ്റെയിൽ വണ്ടിയാണ്. വാതിലൊക്കെ തുറക്കാൻ പറ്റും. നമുക്ക് വണ്ടി എടുക്കാം. ഇവര് വെയിറ്റ് ആയിരുന്നു. വണ്ടി ഒന്ന് പെട്ടെന്ന് ബാക്കിലോട്ട് പോവാ. വലിക്കുന്നില്ല. നമ്മൾ അതുകൊണ്ടാണ് വണ്ടി എടുക്കുകയാണ്. അതിൻ്റെ സൗണ്ട് ശ്രദ്ധിക്കുകയാണ്. ഇത്ര റിയലിസ്റ്റിക്. നിങ്ങൾ മാപ്പ് വേണം നോക്കുക. ഫുള്ള് വളവും തിരിവും. ഹോണും പൊളിയാണ്. ഏറ്റവും വലിക്കുന്നില്ല, കുറഞ്ഞു വരുവാണ്. നല്ല പൊളി വണ്ടിയാണ്. നമ്മൾ വിചാരിച്ചേക്കുന്നത് അങ്ങനെ എന്തുവാ തട്ടിക്കൂട്ടിയുള്ളൊരു വണ്ടിയാണ്. ഫുള്ള് ഡീറ്റെയിലിങ്. ബട്ടനൊക്കെ എന്തുവാ യൂസ് ആയത് കൂട്ടാണ് ഇതിൻ്റെ ഇരിക്കുന്നത്. എല്ലാ ബട്ടൺ, ലൈറ്റിൻ്റെ ബട്ടൺ, സ്റ്റീറിങ്ങിൻ്റെ ഡീറ്റെയിൽമെൻറ്റ് നിങ്ങൾ ഒരാൾ നോക്കണം. എല്ലായിടത്തും നോക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ സാധനങ്ങൾ നമുക്ക് ഡെലിവറി ചെയ്യണം. ലൈറ്റൊക്കെ വണ്ടിക്കകത്തുണ്ടോ? അത് വേറെ. നമ്മുടെ വണ്ടി വലിക്കുന്നില്ല. കാരണം അത്രയും ലോഡാണ് നമ്മൾ ഈ വണ്ടിക്കകത്ത് കൊണ്ടുപോകുന്നത്. മഴയും പെയ്യാനുള്ളത്. എന്നിട്ട് ഇത്ര ചെറിയ റോഡാണ്. ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡ്. മഴയും കൂടെ പെയ്യുവാണ്. മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. റോഡ് കാണുന്നില്ല. ബെൻസിന്റെ സൂപ്പർ ബസ്സാണ് നമ്മുടെ. ബസ്സല്ല, ട്രക്കാണുള്ളത്.
ഇനി നമ്മൾ നെക്സ്റ്റ് ഗെയിമിൽ ഏതൊക്കെ വണ്ടി കൊണ്ടുവരണമെന്ന് കമന്റ് ചെയ്യുക. കാറും എല്ലാം വേണേ പറയുക. പറയാം, നമുക്കിതിനകത്ത് കാറുണ്ട്, ബൈക്കുണ്ട്, തൊട്ടി വണ്ടിയുണ്ട്, എല്ലാ വണ്ടികളും ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാ വണ്ടി ഇതിൻ്റെ അകത്തുണ്ട്, ഒരു പ്രശ്നമില്ല. ഏത് വണ്ടി വേണം അത് പറഞ്ഞാൽ മതി, കമന്റ് ചെയ്താൽ മാത്രം മതി ഫ്രണ്ട്സ്. നമ്മൾ ഓൺ ദ സ്പോട്ട് ആ വണ്ടി എടുക്കുന്നതാണ്. അഥവാ നിങ്ങൾക്ക് ഞങ്ങൾ ഈ വണ്ടിയൊക്കെ എങ്ങനെ ഈ ഗെയിമിൽ കയറ്റണം എന്ന് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വേറൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. ഏത് ആപ്പിൽ നിന്ന് എങ്ങനെയാണ് കയറ്റേണ്ടത് എന്നൊക്കെ നിങ്ങൾക്കും അറിയണം. നിങ്ങളും കളിക്കുന്ന ആൾക്കാരാണ്, എന്നിട്ട് നിങ്ങൾക്കും അറിയണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓ ഇടിച്ച് ഓ വലിയ വണ്ടിയാണ്, സൂക്ഷിച്ചെടുക്കണം. ബാക്ക് എടുക്കണം. നമുക്കൊരു കാര്യം, ഫുള്ള് ബാക്ക് എടുക്കണം. ബാക്കിൽ വണ്ടി ഉണ്ടാകുന്നത് താഴോട്ട് പോകരുത്, പാലത്തിൻ്റെ ഇടയിൽ ചുറ്റുന്നത്. ഹെൽത്ത് ഒന്നും പോയിട്ടില്ല. അയ്യോ ഫുള്ള് വണ്ടി പോയി. ഹാൻഡ് ബ്രേക്ക് ഇട്ടു, ഹാൻഡ് ബ്രേക്ക് ഇട്ടു. സ്പീഡ് ഫ്രണ്ട് എടുത്തു, ബാക്ക് നോക്കി ഫ്രണ്ടിലും വണ്ടി വന്നു. അല്ല ബാക്ക് എടുത്ത് വന്നു. ഹാൻഡ് ബ്രേക്ക് ഇട്ടു. ലൈറ്റ് എടുത്ത് എല്ലാവരും ഓടും. എനിക്കിപ്പോ ഒരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്. അതോടെ രക്ഷപ്പെട്ടിട്ട് കാണാം ഫ്രണ്ട്സ്. അന്നേരം നമ്മളിവിടെ ഭയങ്കരമായിട്ട് പെട്ട്. അന്നേരം ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടി ഇപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കിപ്പം കരിയർ മോഡിൽ പോവാം. കാരണം കരിയർ മോഡിൽ ചെല്ലും. എടാ നമ്മൾ നേരത്തെ ഒരു ഇല്ലേ അത് എടുത്തിട്ടില്ലേ, നേരത്തെ നമ്മൾ പുതിയത് വേറെ കളിക്കാൻ പോകണം. ഇത് വേണ്ട, ഇത് നമ്മൾ ഇന്നലെ പോയത്. നമുക്ക് ഒരു പാലമൊക്കെ ഉള്ളത് പോകാ ഇവിടുന്ന്. എടാ അത് ബോട്ടിലൂടെ പോകുന്നേ. ഇവിടുന്ന് നമുക്ക് ഇവിടം വരെ പോവാം. 104 രൂപ കിട്ടത്തുള്ളൂ. 109. ഇത് 57, 68. അതാ ഇതാ സേഫ്. ഇതാ അതല്ല 71. കുഴപ്പമില്ല, നമുക്ക് എന്താണേലും പോവാം. കാരണം നമ്മൾ എന്താണിപ്പോൾ അവിടെ നമ്മൾ പെട്ടുപോയി. കാരണം വലിയ വണ്ടി ആയതുകൊണ്ട് പാലത്തിൻ്റെ ഇപ്പുറത്ത് ഒരു ഊട്ടയുണ്ട്, ഞങ്ങളത് കണ്ടില്ല. ഞങ്ങളുടെ വണ്ടിയുടെ ടയറിൻ്റെ അകത്ത് പെട്ട് ബാക്കിലോട്ട് എടുത്തപ്പോൾ ആ പുഴയിലോട്ട് നമ്മുടെ ബാക്കിലെ ട്രെയിലർ വീണു. പിന്നെ ഫ്രണ്ടിലോട്ടും മുമ്പിലോട്ടും പോകാൻ പറ്റിയില്ല. അത് പ്രശ്നമില്ല. ഇതിപ്പം ബസ്സാണെന്നാണ് ഗെയിമുകാർ വിചാരിക്കുന്നത്. നമ്മുടെ തന്നെ ബാക്കിൽ സ്ഥലമുണ്ട്, അവിടെ കയറ്റാൻ. എങ്ങനെയാണ് കേറുന്നത് നോക്കാം. ട്രക്ക് കൊണ്ട് ട്രക്കിന്റെ വാതിലിന്റെ നമ്മുടെ കൂടെ ആണ് എല്ലാവരും ഉള്ളത്. നമ്മുടെ ടിപ്പറിന്റെ ബാക്കിൽ കയറിയിട്ടുണ്ട്. ആൾക്കാരെല്ലാം ടിപ്പറിന്റെ ബാക്കിലാണ്. ഇപ്പോൾ നമ്മളത് തമിഴ്നാട്ടിൽ കൊണ്ട് വിൽക്കാനാണ് നമ്മുടെ പ്ലാൻ. ഇത് തുറന്നാലോ? അവരെ കാണുന്നില്ല, അവര് മായാജാലമാണ്. നോക്കണം, എന്നിട്ട് നമ്മൾ പെടാൻ പാടില്ല.
സേഫ്ലി വണ്ടി എടുത്തിട്ടുണ്ട്. ഭയങ്കര പാടാണ് ഈ വണ്ടി ഓടിക്കാൻ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഭയങ്കര വലിയതുമാണ് വണ്ടി ഓടിക്കാനായിട്ട്. നമ്മൾ വളവിലൊക്കെ ഓടിക്കാനായിട്ട് ഭയങ്കര പാടാണ് ഓടിക്കാൻ. ഫ്രണ്ടിൽ നോക്കിയത് രസമാണ്. ഫ്രണ്ടിൽ ഓടിക്കാൻ രസമാണ്, പക്ഷെ കാണുന്നവർക്കൊരു സുഖം കാണത്തില്ല. ഇങ്ങനൊന്നും തിരിക്കല്ലോ, ഇൻഡിക്കേറ്റർ തിരിക്കുന്നു. നമുക്ക് തിരിക്കണം. ബസ് നമ്മുടെ കൂടെ. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഓടിച്ചെടുത്തിട്ടുണ്ട്. ക്ലാസ്സിന് പുറത്തെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അയ്യോ പെട്ട്. വണ്ടിയൊക്കെ തുറന്നാണ്. വാതിലൊക്കെ തുറന്നിട്ടാണ് പോകുന്നത്. എൻ്റെ മോനെ ഇത്ര അടുത്ത് വന്നു. വലിയ വണ്ടികൾ പോകില്ല. ഇയാളെന്താ പോകാത്ത ഈ ബസ്സുകാരൻ? അയാൾ പോകുന്നില്ല. എന്തായാലും ഓവർടേക്ക് ചെയ്യാം. ഡ്രൈവർ പോയില്ല, നമ്മളൊന്ന് കട്ടടിച്ചു. നമ്മൾ സീൻ ഡ്രൈവറാണ്. നിങ്ങൾ നമ്മൾ നേരത്തെ ബസ് ഇന്തോനേഷ്യയിൽ 200 ലൈക്സ് ആക്കിയിട്ടില്ല. അവിടെ നിങ്ങൾ 200 ലൈക്ക് ആക്കിയാലേ നമ്മുടെ ജയ്ഗുവിന് നമ്മൾ ഗെയിമിലെടുക്കത്തുള്ളൂ. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക. ബ്രേക്ക് പിടിക്കുക, അങ്ങോട്ട് തിരിയാം. നമ്മുടെ സൈഡിൽ വേറെ ട്രക്ക് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെയാണ് ഏറ്റവും വലിയ ട്രക്ക്. നമ്മൾ ഭയങ്കര സ്പീഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇതുവരെ നമ്മുടെ ഒരു സ്ഥലം എത്തിയിട്ടില്ല. നമ്മൾ എന്താണെങ്കിലും നമ്മുടെ അടുത്ത ഗെയിമിൽ നമ്മളൊരു ബൈക്ക് എടുക്കാനാണ് ഒരു പ്ലാൻ. കാരണം നമുക്കൊരു M80 അല്ല, ഒരു R15 അല്ല. ശബ്ദത്തിന് ഭയങ്കര കുഴപ്പമാണ്. കാരണം ബസ്സിൻ്റെ ഗെയിമിൽ സ്കൂട്ടർ കയറ്റാൻ നേരത്ത് സ്കൂട്ടറിൻ്റെ സൗണ്ടും ബസ്സിൻ്റെ സൗണ്ടും കൂട്ടായിരിക്കും. ബ്രേക്കൊക്കെ പിടിക്കാൻ നേരത്ത് പെപ്സി പൊട്ടിക്കുന്ന സൗണ്ടായിരിക്കും വരിക. അത് വേറൊരു പ്രശ്നമാണ്. നമ്മൾ ഫുള്ള് ഫോഗിയാണ് ഇവിടെ. അപ്പോൾ മഴയൊക്കെ വീണ്ടും സമയമാണ്. ഇപ്പം ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്നും കാണുന്നില്ല. എന്തൊരു ലാഗ് അടിക്കുന്നുണ്ട്. ഇങ്ങോട്ട് തിരി. നേരെ പോവാണ്.
മഴയൊന്ന് നിന്നാ മതി. മഴ ആയതുകൊണ്ട് ഫുള്ള് ലാഗാണ്. കാരണം നമ്മൾ ഹൈ ഗ്രാഫിക് കളിക്കുന്നതുകൊണ്ട് എന്തുവാ മഴയിൽ ഭയങ്കര റിയലിസ്റ്റിക് ആണ്. റിയലിസ്റ്റിക് ആയി ഭയങ്കര ലോഡ് കൊടുക്കും. നമ്മളിനി അടുത്ത പ്രോപ്പർ ട്രക്കിൻ്റെ ഒരു ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം വേറൊരു ട്രക്കിൻ്റെ ഗെയിമുണ്ട്, ഇതിനേക്കാളും റിയലിസ്റ്റിക് ആയിട്ടുള്ള ട്രക്കേഴ്സ് യൂറോപ്പ് 3 എന്ന് പറഞ്ഞൊരു ഗെയിം. നിങ്ങൾക്ക് വേണമെങ്കിലും കളിക്കാൻ, കളിച്ചതിന് ശേഷം പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളും കളിക്കാം. നല്ല ഗെയിംസാണ്. പെട്രോൾ ഇല്ല, ഇവിടെ ഒട്ടും പെട്രോൾ ഇല്ല. പെട്രോൾ പമ്പ് ഉണ്ടെന്നാണ് നന്നായി. നല്ല പെട്രോൾ പമ്പ് നിർത്തുന്നത്. പെട്രോൾ നോക്കി കളിക്കുന്നുണ്ട്. നമ്മളിനി ഇറങ്ങണോ? പെട്രോൾ അടിക്കുന്ന ഓപ്ഷൻ ഇല്ലല്ലോ. നമ്മുടെ വലിയ വണ്ടിയാണ്. പെട്രോൾ കയറുന്നില്ലല്ലോ. ലിറ്റർ പെട്രോൾ ഈ ഇന്നോവക്കാരൻ കയറി. പെട്രോൾ ഓപ്ഷൻ കാണിക്കുന്നില്ല. കാരണം നമ്മൾ വലിയ വണ്ടി ആയതുകൊണ്ട് കാണിക്കണല്ലോ. പെട്രോൾ ഒന്നും അടിക്കണ്ടെങ്കിൽ വിടാം. പെട്രോൾ ഇല്ല വണ്ടിക്കകത്ത്. പിന്നെ അവിടെ പോയാൽ പെട്രോൾ ഇല്ല. വിട്ടാലോ തിരിച്ചു ഇതുവഴി കാറാണ്. തിരിക്കും. ഇനി ഇങ്ങനെയാണോ പെട്രോൾ അടിക്കാൻ കയറ്റുന്നത്? എന്നാണേലും അതുവഴിയാണ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറാകുമ്പോൾ കാണാം. നമ്മൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. ഡ്രൈവ് ടു സിമാഗ്രനാണ്. പക്ഷേ ഈ സിമാഗ്രൻ എവിടാണെന്ന് നമുക്കറിയത്തില്ല. ഇങ്ങനെ പോവാം. ഫ്രണ്ട്സ് നമുക്കൊരു പെട്രോൾ പമ്പ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. നമ്മുടെ പെട്രോൾ 3 ലിറ്റർ പെട്രോൾ ഉള്ളൂ. നമുക്ക് ഫുൾ ആകാശത്തിൽ നിന്ന് വരെ നോക്കാൻ പറ്റും. പക്ഷെ അത് ആകാശം വരെ നോക്കാൻ പറ്റും.
എത്ര ഉണ്ടോ അവിടെ എത്ര ഉണ്ട്? ഫുള്ളടിക്കാൻ ഇത്ര പൈസ വേണം. നമ്മുടെ എത്ര പൈസയുണ്ട്? 86 രൂപയുണ്ട്. അടിക്കണമല്ലോ. 86 രൂപ. അത്ര യൂസ് മണി നമ്മളടുത്തേക്ക് നമ്മുടെ പൈസ. Dimulai dari angka 0 ya. Terima kasih, hati-hati di jalan. പൈസ പോയിട്ടുമില്ല. എനിക്കൊന്ന് ഇവര് തന്നു തോന്നുന്നു. അതുപോലെ ഇത്ര പെട്രോൾ അടിച്ചാലോ? എങ്ങോട്ടാ ഇത് രണ്ടിടത്ത് കളിക്കുന്നത്? തിരിച്ചാണോ? നമ്മൾ റോങ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഇതാ അതെ കാണിക്കുന്നു. ഇങ്ങോട്ടോ? പെട്ടെന്ന് ഓടിക്കും. നമ്മൾ ഇച്ചിരി ദൂരമായിട്ട് കളിക്കുകയാണ്. ഈ ഓപ്ഷൻ്റെ തൊണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അടുത്ത് നമ്മൾ കുറേ നേരമായി, ഇതുവരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. എന്താ എത്ര സമയം എടുക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിക്ക് എന്തോ പറ്റി. നമ്മുടെ വണ്ടിയുടെ അങ്ങോട്ടും ഇല്ല, വണ്ടി ഇങ്ങോട്ടും ഇല്ല. ഇതാണ് പ്രശ്നം വണ്ടിയുടെ. എന്തായാലും ടോ ചെയ്യാം. വന്നിട്ട് ടോ ചെയ്യാൻ പൈസ കാണുമെന്ന് അറിയത്തില്ല. ഈ മിഷൻ തീർക്കണം. നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ഇങ്ങനെയാണ് ഞങ്ങൾ സ്പീഡിൽ ഓടിച്ചപ്പോൾ കുറ്റിയൊന്നും കണ്ടില്ല. നമ്മൾ 160 സ്പീഡിലും കൊണ്ടാണ് ഓടിച്ചത്. 160 നിങ്ങളെ കാണിച്ചില്ല. അതേ പെട്രോൾ പമ്പ് നമ്മൾ ഇവിടെ 9 ലിറ്റർ പെട്രോളേ ഉള്ളൂ. നഷ്ടം മാത്രമേ ഉള്ളൂ. അതാ ടോളടിക്കാൻ പൈസ, പെട്രോൾ അടിക്കാൻ പൈസ, എല്ലാത്തിനും പൈസ. അതുകൊണ്ടല്ലേ പൈസ പോകുന്നുണ്ട്, പക്ഷെ ഒന്നും വരുന്നില്ല. നമ്മുടെ ഇന്ന് 2 തവണ വലിയ ആക്സിഡന്റ് ആണ്. ആദ്യം നമ്മുടെ ഹെൽത്ത് വലുതായിട്ട് പോയിട്ടില്ല ആക്സിഡന്റിൽ കൂടെ. നിങ്ങളെ ആദ്യമായപ്പോഴാണ് കാണിച്ചത്. നേരത്തെ നിങ്ങൾ കാണുന്നതായിട്ട് ഭയങ്കര വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. കുത്തി ചെന്നാണ് ഈ സാധനം ഓടിക്കാൻ ഒന്ന് കേട്ടോ അന്നേരം നേരെയോ Dimulai dari angka 0 ya. Terima kasih, hati-hati di jalan.
നമുക്കൊന്നിട്ട് ഡെസ്റ്റിനേഷൻ എത്താറാകുമ്പോൾ കാണാം. നമുക്ക് വെറുതെ കുറേ പ്രാവശ്യം വിളിച്ചു ഫ്രണ്ട്സ് അന്നേരം നമുക്ക് വീണ്ടും വേറൊരു പുതിയ സോണിൽ എത്തിയിട്ടുണ്ട്. അന്നേരം നമുക്ക് വീണ്ടും കളിക്കാം. ഫ്രണ്ട്സിനെ നമ്മൾ കുറേ പോയി, ഇതുവരെ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ മാപ്പ് നോക്കിയപ്പോൾ കുറേ നേരം ഈ സ്ഥലത്താണ്. ഡ്രൈവ് ടു സെമാരാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ്. ഇതുവരെ സെമാരാങ് എന്ന് പറഞ്ഞ സ്ഥലം മാറിയിട്ടില്ല. നമ്മൾ രണ്ടു മൂന്ന് തവണ കൊണ്ട് സെമാരാങ്ങിന്റെ അവിടെ കൊണ്ടായി. നിങ്ങളാണ് ഞങ്ങൾ മാപ്പിൽ കാണിക്കാം. ഇതാണ് നമ്മുടെ മാപ്പ്. നമുക്കിനി എങ്ങോട്ട് പോകുന്നു? ആക്സിഡന്റ് കൊടുത്തരാ. കുറേ നേരം നമ്മൾ എത്താറായിട്ടുണ്ട്. കുറേ നേരം നമ്മൾ ഊരം കളിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഗെയിം എന്തെങ്കിലും ബഗ്ഗാണ്, ഉച്ചല്ല സംശയമുണ്ട്. ഇത്രയും വലിയൊരു ട്രക്കാണ് നമ്മുടെ ഉള്ളിൽ, ഇത്രയും വലിയ. എന്നാൽ ബാക്കി നടക്കുന്ന പറഞ്ഞാൽ ചുമ്മാ അത്രേ ഉള്ളൂ. ട്രക്ക് ഈ ലോട്ടുണ്ടോന്ന് അറിയത്തില്ല. ഇനി കയറി വാ, ഇതൊക്കെ വേറെ സ്ഥലമാണ്. കൊണ്ട് ബോട്ടൊക്കെ ഈ വളം അറിയില്ല. കുറേ നേരമായി, പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അരമണിക്കൂറാവാറായി, പക്ഷെ ഇതുവരെ ആയില്ല. കളിച്ചടിച്ച് തുമ്മല് വരണം. വാരിലൊക്കെ തുറക്കണം. വാതിൽ കയറുന്ന ഇച്ചിരി കാറ്റൊക്കെ കിട്ടാം. മാപ്പിൽ നോക്കാം എവിടെ വരെ എത്തിയെന്ന്. ഇങ്ങനെ ഓടിച്ചോണ്ട് പോവാം. ഇച്ചിരി സ്പീഡിൽ പോവാൻ നമുക്ക്. മാപ്പിൽ നമ്മൾ എത്താറായി. ഇത് കുറേ നേരമായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും വണ്ടി ഈ കുഞ്ഞു വണ്ടിയൊക്കെ നമ്മുടെ ഫ്രണ്ടിലൊന്നും അല്ല. നമ്മുടെ വണ്ടി 10 വെക്കണം. ഈ കുഞ്ഞു ടാങ്കാണ്. വണ്ടി അങ്ങനെ ഗെയിം കാണിച്ചെടുക്കുമ്പോൾ ഗ്ലിച്ചായിരിക്കും. കുറേ നേരമായാണ് കാണിക്കാൻ ഇടിച്ചടിച്ചതിനൊരു പരിവയായി. കുറേ കളിച്ചു. ഇനി അഥവാ നമ്മുടെ രജിസ്ട്രേഷൻ എത്തിയില്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. കാരണം നമ്മൾ കുറേ നേരം കളിച്ച് മോർ ദാൻ ഇന്നഫാണ്. ഫ്രണ്ട്സിനെ നമ്മൾ മാപ്പിൽ നോക്കിയായിരുന്നു. മാപ്പിൽ നോക്കാനായിട്ടെന്ന് പറഞ്ഞാൽ എത്താറായെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ എത്താറായെന്ന്. അല്ലെങ്കിൽ വേറൊരു സംഭവമാണ് കാണിക്കുന്നത്.
നെക്സ്റ്റ് ഏത് മാപ്പാ നോക്കാം. എന്നിട്ട് കുറേ ദൂരം കുറേ ദൂരം ഉണ്ടെങ്കിൽ നമ്മൾ കളിക്കുള്ളൂ. കാരണം നമ്മൾ കുറേ നേരമായിട്ട് കളിച്ച്, നിങ്ങൾക്ക് കാണാനായിട്ട് 30 മിനിറ്റ് ആയിരിക്കും, പക്ഷെ നമ്മളിത് കുറേ നേരം കളിച്ച് ഇതിനകത്ത് ഇച്ചിരി പാട്ടാണ് ഞങ്ങൾ കാണിക്കുന്നത് മെയിനായിട്ടുള്ള. ഇത് കുറേ നേരമായില്ലോ സെമേഗേരയിലോട്ട് പോയിട്ട്. ഇല്ല ഇതും വേറെ ലോഡിങ് ജമ്പ് തന്നെയാണ്. അന്നേരം വണ്ടി സൈഡിലോട്ട് നിർത്താം, നാളെ ബാക്കി കളിക്കാം. നമുക്ക് നാളെ ഇവിടെ നിർത്താം, ഇറങ്ങാൻ പറ്റും. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു വണ്ടി. ലൈറ്റ് കിട്ടും. അയ്യോ നമ്മളെ പോയേ. ലൈറ്റ് ഇടാം, ലൈറ്റും കിട്ടും. ലൈറ്റ് ഇട്ടു നോക്കിയോ ലൈറ്റ് ഹസാർഡൊക്കെ ഇട്ടിട്ടുണ്ട്. വണ്ടി ഫുള്ള് തിളച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിക്കുകയാണ്. നമുക്ക് നേരെ ഔട്ട്രോയിലോട്ട് പോകാം. ഫ്രണ്ട്സ് തന്നെ നമ്മളിന്ന് കുറേ കളിച്ചു, പക്ഷേ ഇതുവരെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയില്ല. അതിൻ്റെ ബാക്കി നമ്മൾ നാളെയോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കളിക്കുന്നതാണ്. ഒരു വീഡിയോ കാണുന്നതിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവരും ബൈ.